ഹായ് ഹലോ, ബി ആർ കുക്കിംഗ് ആൻഡ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മധുരം ഉണ്ടാക്കാം. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനാക്കോട്ടയാണ് കേട്ടോ. ഇറ്റാലിയൻ ഡെസേർട്ടാണ്. കുറേ ആയി ഇതുപോലൊരു ഡെസേർട്ട് ഉണ്ടാക്കി കഴിച്ചിട്ട്. ഇപ്പോൾ ചൂടുകാലമൊക്കെ ആയപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ഒരെണ്ണം നമ്മൾ പുറത്ത് പോയിട്ട് ഹോട്ടലിലോ ഐസ്ക്രീം പാർലറിലോ എവിടെയെങ്കിലും പോയിട്ട് കഴിക്കണമെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരില്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഈസി അല്ലേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യാം, എല്ലാവർക്കും സന്തോഷമാവുകയും ചെയ്യും. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മാമ്പഴമൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ ചക്ക കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണത് മാമ്പഴം വെച്ചിട്ടാണ്. ഇനി നിങ്ങൾക്ക് മാമ്പഴം വെച്ചിട്ടല്ല വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് വെച്ചിട്ടാണെങ്കിലും ഇതേ അളവിൽ ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പനാക്കോട്ട എങ്ങനെയാണ് ചെയ്യണമെന്നൊന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം എടുക്കുക. അതിലേക്ക് കുറച്ച് അഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു 2 വിരൽ വീതിയിലാണ് എടുക്കുന്നത് കേട്ടോ. ഇനി ഇത് അളന്നെടുക്കണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി. ഇനി ഇതല്ല ജലാറ്റിൻ ആയാലും 1 ടീസ്പൂൺ എടുത്താൽ മതി. അങ്ങനെ നമ്മൾ അത് വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് കുതിരാനായിട്ട് കുറച്ചേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ഉരുകി മെൽറ്റായി കിട്ടും കേട്ടോ. ഇനി അത് നമ്മൾ സ്റ്റവിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പാലാണ് കേട്ടോ ചേർക്കണത്. അതുപോലെ തന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വിപ്പിംഗ് ക്രീമിന് മധുരമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി ഈ പാലിൻ്റെ മിക്സ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അത് സ്റ്റവിൽ വെച്ചിട്ട് ചൂടാക്കുക. അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് 2-3 ടീസ്പൂൺ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച അഗറിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ജലറ്റിനാണെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ട് ഈ പാലിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക. അപ്പോൾ അതിൽ ജലാറ്റിനോ അല്ലെങ്കിൽ അഗറോ മെൽറ്റ് ആവാതെ കിടക്കണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അധികം നേരം ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ കൂട്ട് ഒരുവിധം കട്ടിയായി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ സ്റ്റവിൽ നിന്ന് ഓഫാക്കി പുറത്തേക്ക് എടുത്ത് വെക്കുക. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുക്കുക. 2 ഗ്ലാസ് ബൗളാണ് എടുക്കുന്നത്. അത് ഒന്ന് ചെരിച്ച് വെക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം. നിവർത്തി വെക്കണമെങ്കിൽ നിവർത്തിയും വെക്കാം. അപ്പോൾ നമ്മൾ ചെരിച്ച് വെച്ച് കഴിഞ്ഞിട്ട് പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ നിവർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വരെയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അത് ഫ്രീസറിലേക്ക് വെക്കണമെന്നില്ല, പെട്ടെന്ന് സെറ്റായി കിട്ടാൻ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് അഗർ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണ് ജലാറ്റിൻ എടുത്തതിന് ശേഷം അതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് അത് കുതിർന്നതിന് ശേഷം സ്റ്റവിൽ വെച്ച് ചൂടാക്കിയിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കുക. ഇനി നമ്മൾ മാമ്പഴം എടുത്തതിന് ശേഷം ചെത്തി അതിൻ്റെ തൊലിയെ കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ കാമ്പ് പൂളി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. മാമ്പഴത്തിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ. അതിൽ മാമ്പഴത്തിൻ്റെ നാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. പിന്നെ മാമ്പഴത്തിൽ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ചൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച അഗറിലേക്ക് നമ്മളിപ്പോൾ അടിച്ചെടുത്ത മാമ്പഴത്തിൽ നിന്ന് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് മാമ്പഴം അടിച്ചു വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ ആദ്യം സെറ്റാവാൻ വെച്ചിരുന്ന പാലിൻ്റെ കൂട്ട് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ അത് എടുത്ത് പുറത്തേക്ക് വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച മാമ്പഴത്തിൻ്റെ കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ഗ്ലാസ്സുകളിലേക്ക് മാമ്പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ആദ്യം ചെയ്ത പോലെ തന്നെ സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതും മാക്സിമം ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാനും ഈസിയാണ്, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല സന്തോഷമാവില്ലേ. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും നല്ല ഇഷ്ടമാവും കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ ഈസി ആയിട്ടുള്ള നല്ല നല്ല പുതിയ ഓരോ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം. താങ്ക്